വായിക്കാൻ പോകുന്ന സുവിശേഷ ഭാഗം നമുക്കറിയാം. വിശ്വാസത്തിന് പല പല നിലവാരങ്ങളുണ്ട്. ഇന്നത്തെ അനുദിന പ്രാർത്ഥന നിങ്ങൾ കേട്ടായിരുന്നു. ഓരോ ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് ഓരോ ദിവസവും തരുന്നത് വിശ്വാസ വളർച്ചയുടെ ഭാഗമായിട്ടാണ് ദൈവം തരുന്നത്. ആദ്യം ചിലർ ശ്രദ്ധിച്ചില്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ പ്രാഥമിക പാഠങ്ങൾ തന്നെയായിരിക്കും അവർ മരണം വരെ ജീവിക്കുന്നത്. ചില ആൾക്കാർ 4ാം ക്ലാസ്സൊക്കെ പഠിച്ചിട്ട് ഒരു 4ാം ക്ലാസ് തൊട്ട് മരിച്ചു പോകത്തില്ലേ. 10-75-90 വയസ്സാകുമ്പോഴും പഴയ 4ാം ക്ലാസ് മരിച്ചു പോകും. അതുപോലെ തന്നെ വിശ്വാസത്തിലും ചില നമസ്കാരങ്ങളും ചില വിശ്വാസങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ജീവിച്ച് പ്രാർത്ഥനയാണ് ഏറ്റവും വലുതെന്നൊക്കെ പറഞ്ഞ് ജീവിച്ച് ഒരു സഹോദരനെ പോലും സ്നേഹിക്കാതെ ആർക്കും സുവിശേഷം കൈമാറാതെ മരിച്ചു പോയ ആൾക്കാരെ കണ്ടിട്ടില്ലേ. ഞാൻ ഈ ദിവസങ്ങളിൽ 90-ലേറെ വയസ്സുള്ള ഒരാളെ കണ്ടു മരണത്തിന് പോയായിരുന്നു. അപ്പോൾ ഞാൻ ആ മരിപ്പ് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ 90 വയസ്സ് കഴിഞ്ഞിട്ട് ജീവിച്ചിട്ട് ഈ മനുഷ്യൻ എന്ത് പ്രയോജനം. കുടുംബക്കാർക്ക് കുറച്ച് അവരുടെ സ്വന്തം കുടുംബത്തിലുള്ളവർക്ക് എന്തൊക്കെ പ്രയോജനം ഉണ്ടായിരുന്നല്ലാതെ ആ ഒരു നൂറ്റാണ്ട് നശിച്ചു പോയി. സുവിശേഷം കൈമാറാതെ നശിച്ച്, സഹോദരങ്ങൾക്ക് കാരുണ്യ പ്രവർത്തികൾ ചെയ്യാതെ നശിച്ച്, വിശ്വാസം കൈമാറാതെയും കാരുണ്യപ്പെടുത്താതെയും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ചെന്നിട്ട് ഞാൻ എൻ്റെ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കിയെന്ന് പറഞ്ഞിട്ട് എന്ത് പ്രയോജനം? ബാക്കിയുള്ളവരെന്തേ? ഈ തൊഴുത്തിൽപ്പെടാത്ത ആടുകളും എനിക്കുണ്ടെന്ന് കർത്താവ് പറയുമ്പോൾ ആ ആദ്യമല്ലേ നമുക്കുണ്ടാവേണ്ടത്. നമ്മുടെ കുടുംബത്തിൽ പെടാത്തത് ആളുകളെയും കർത്താവിനെ അറിയിക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ലേ? സുവിശേഷം ജീവിക്കാൻ വേണ്ട ബാധ്യസ്ഥരല്ലേ? അതുകൊണ്ട് വിശ്വാസത്തിന് പ്രഥമമാണ് പിന്നിടാൻ പറ്റുന്നൊരു വചനമാണ് വായിക്കുന്നത്. റോമ 10:17. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. എന്റെ ചുരുക്കുന്ന വിശ്വാസം എവിടുന്നാ പറയണത്? കേൾവിയിൽ നിന്ന്. കേൾവി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓഡിയോ സെൻസേഷനാണ് അല്ലേ? കേൾവി പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നാണ്. പഞ്ചേന്ദ്രിയം എന്തുമാത്രമുണ്ട്? കണ്ണുണ്ട്, കാതുണ്ട്, മൂക്കുണ്ട്, ത്വക്കുണ്ട് അല്ലേ? ഇതെല്ലാം പഞ്ചേന്ദ്രിയങ്ങളാണ്. അപ്പോൾ വിശ്വാസം നമുക്ക് ലഭിക്കണ കേൾവിയിൽ നിന്നാണ്. എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്നറിയാവോ? ഈ കേൾവിക്കാരെ ഇന്ന് വിശ്വാസം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ സാക്ഷ്യത്തിനൊക്കെ വലിയ പ്രാധാന്യമുള്ളത് അതാണ്. നമ്മുടെ അനുഭവങ്ങളെ മറ്റുള്ളവർ പറയുമ്പോൾ എന്ത് പറ്റും? മറ്റുള്ളവർക്ക് വിശ്വാസം കിട്ടുകയാണ്. കാര്യം എന്താണ്? വിശ്വാസം കേൾവിയിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇന്ന് വരെ നിന്നൊക്കെ ഒരു ദൈവാനുഭവം ഉണ്ടായിട്ടില്ല, ഉണ്ടായ അനുഭവങ്ങൾ നീ മറ്റുള്ളവരോട് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നീ സാക്ഷിയല്ല. നീ ഭൂമിയുടെ അതിർത്തികൾ വരെ സാക്ഷിയാകാനാണ് കർത്താവ് പറഞ്ഞത്. ഈ അനുഭവങ്ങൾ ഇങ്ങനെ ഭൂമിയുടെ അതിർത്തികളെന്ന് പറയുന്നതാണ് നമ്മൾ നടന്നെത്തുന്ന സ്ഥലം. എവിടെ വെച്ച് നമ്മൾ മരിക്കുന്നു അതാണ് നമ്മുടെ ഭൂമിയുടെ അതിർത്തി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മരണത്തിൽ ജീവിത അന്ത്യം വരെ നമ്മൾ സാക്ഷികളാകും. ഈശോ പറഞ്ഞൊരു വാക്ക് കേട്ടോ ഒന്ന് പക്ഷേ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യം വരെ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സാക്ഷ്യമാണ്. അത് നമ്മുടെ അനുഭവങ്ങൾ, ദൈവാനുഭവങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കണം. ചില കണ്ടിട്ടില്ലേ ബസ്സിലിരിക്കുമ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉടമ്പടിയുടെ സാക്ഷ്യം പറഞ്ഞത്, ഞാൻ ബസ്സിൽ കയറുമ്പോൾ എൻ്റെ അടുത്തിരിക്കണ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും. എന്താ കാര്യം? എനിക്ക് ഈശോനെക്കുറിച്ച് അവരോട് പറയാൻ പറ്റുമല്ലോ എന്ന്. അപ്പം അങ്ങനെയാണ് മനുഷ്യർക്ക് ഇപ്പം ജീവിക്കണത്. അപ്പോൾ ഇതൊന്നുമില്ലാതെ, ഒരു വിശ്വാസ കൈമാറ്റവും ഇല്ലാതെ, ഒരു കാരുണ്യ പ്രവർത്തികളൊന്നും ഇല്ലാതെ, സാക്ഷ്യജീവിതം ഇല്ലാതെ നമ്മൾ 100 കൊല്ലം ഇവിടെ ജീവിച്ചിട്ട് എന്ത് പ്രയോജനം? അപ്പം അതുകൊണ്ട് ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത്, ഈ സമയം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ നിങ്ങളിന്നൊരു തീരുമാനം എടുക്കണം. 2025 ജനുവരി മാസം തീരാൻ പോവുകയാണ്. ഇപ്പം സമയം എത്ര പെട്ടെന്നാണ് പോയത്. ഒരു മാസം പോയത് കണ്ടില്ലേ? അപ്പം സമയം നമ്മുടെ മുമ്പിലുള്ളത് സാക്ഷ്യജീവിതത്തിനായി ഉപയോഗിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ പിന്നീട് നമുക്കറിയാമല്ലോ സാക്ഷ്യ ജീവിതത്തിന് വേറെയും അർത്ഥങ്ങളുണ്ട്. കാര്യം
നമ്മളെ പ്രതി ഒരു നമ്മൾ തന്നെ പ്രാർത്ഥിച്ചിട്ട് ഒരു രോഗസൗഖ്യം നടത്തുകയോ ഒരു ദൈവാനുഭവം ഉണ്ടാകുകയോ ചെയ്യുന്നതിനേക്കാൾ വലുതാണ് സുവിശേഷ കൈമാറ്റം എന്ന് കർത്താവ് പറയുന്നുണ്ട്. അത്ഭുതത്തിനേക്കാൾ വലുതാണ് സുവിശേഷ കൈമാറ്റം എന്ന് പറയുന്നുണ്ട്. പക്ഷേ സുവിശേഷ കൈമാറ്റത്തിൻ്റെ വേണമെങ്കിൽ എന്ത് വേണം? അതിൻ്റെ സ്ഥിരീകരണത്തിന് അടയാളങ്ങൾ വേണം. അടയാളങ്ങളില്ലാത്ത സുവിശേഷ കൈമാറ്റം ചുമ്മാ പ്രസംഗം പോലെ ഇരിക്കും. ഈ പള്ളികളിലെ പല പ്രസംഗങ്ങൾക്കും വരുന്ന ഒരു സംഭവം അതിന് അടയാളങ്ങളില്ലാതെ സുവിശേഷ കൈമാറ്റം മാത്രമാണ്. അതായത് അടയാളം കൊണ്ട് സ്ഥിരീകരിക്കണ്ടേ? കർത്താവ് അവരോട് സംസാരിക്കുകയും മർക്കോസിൻ്റെ 16:20 എടുത്ത് മർക്കോസ് 16:20 കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. വചനത്തിന് സ്ഥിരീകരണം വേണം, പ്രസംഗത്തിന് സ്ഥിരീകരണം വേണമെങ്കിൽ അടയാളങ്ങൾ വേണം. അല്ലെങ്കിൽ അതൊരു പ്രബന്ധം അവതരിപ്പിക്കുന്ന പോലെ ഇരിക്കും. പ്രബന്ധം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ആത്മാക്കളെ വീണ്ടെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കൃപാസനത്തിൽ നിരന്തര സാക്ഷ്യങ്ങളും സാക്ഷ്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന വചനങ്ങളും വചനത്തെ സപ്പോർട്ട് ചെയ്യുന്ന സാക്ഷ്യങ്ങളും അടയാള സഹനവും സ്ഥിരീകരണ സഹനം നിങ്ങൾക്ക് നൽകുന്നത്. എന്തിനാണ്? അത് വിശ്വാസ കൈമാറ്റത്തിനാണ്. കാര്യം വിശ്വാസ കൈമാറ്റം എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് അറിയാമോ? വിശ്വാസികൾ നിങ്ങളെ വിട്ടുപോയതിൽ നിങ്ങൾക്ക് അനുസരണപ്പെട്ടതിൽ നിങ്ങൾ അത്ഭുതപ്പെട്ട കാര്യമില്ല. കർത്താവ് ആത്മാവിൽ ആനന്ദിച്ചത് സ്വർഗത്തിൽ നമ്മുടെ പേരുകൾ എഴുതപ്പെട്ടിരിക്കുന്നത് കൊണ്ടും ആ ദൈവികമായ രഹസ്യം ശിശുക്കളായ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തുകൊണ്ടുമാണ്. അതുകൊണ്ടാണ് ലൂക്കാ 10:20 വായിച്ചേ. എന്നാൽ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട. മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. എന്താ കാര്യം? ആ 72 പേരെ പറഞ്ഞയച്ചത് കർത്താവിൻ്റെ സുവിശേഷ വേലയാണ് അവർ ചെയ്തത്. സുവിശേഷ വേല മാത്രമേ സ്വർഗത്തിൽ പേര് രേഖപ്പെട്ടതുള്ളൂ. അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ നടക്കും, ദൈവാനുഭവങ്ങൾ ഉണ്ടായാലും നമ്മളുടെ പേരുകൾ കർത്താവിൻ്റെ കൈവെള്ളയിൽ എഴുതി വെക്കേണ്ടത്, ഹൃദയത്തിൽ എഴുതി വെക്കേണ്ടത് സുവിശേഷം കൈമാറുമ്പോഴാണ്. അത് മുഖ്യമായ ഒരു ലക്ഷ്യമായിട്ട് എടുക്കാൻ ഇന്നു മുതൽ നിങ്ങൾക്ക് പ്രത്യേകമായ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ.